നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NRS നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിൽ നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് ഒഴിവിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 96 അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് 2025 സെപ്റ്റംബർ 11 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇത് വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് കേരള, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പോണ്ടിച്ചേരി ഈ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. BA അല്ലെങ്കിൽ BTech ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അതുപോലെ BA, BSc, BCom ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. ഒരു വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് അവസരം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഗ്രാജുവേറ്റ് അപ്രന്റീസ്മാരുടെ ഒഴിവുകളാണ്. അതിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് 3 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 1 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിമാസം 9,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക. 60% മാർക്കോടെയുള്ള BTech ബന്ധപ്പെട്ട ബ്രാഞ്ചിലുള്ള BTech ബിരുദമാണ് യോഗ്യത. CGP ആണെങ്കിൽ 6.32 10 സ്കോറിൽ ഉണ്ടായിരിക്കണം. അടുത്ത ലൈബ്രറി സയൻസിൽ 2 വേക്കൻസി ഉണ്ട്. 60% മാർക്കുള്ള ബാച്ചലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. CGP ആണെങ്കിൽ അവിടെയും 6.32 ഉണ്ടായിരിക്കണം. അടുത്ത ഡിപ്ലോമ ടെക്നീഷ്യൻ അപ്രന്റീസ് ആണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സായവരായിരിക്കണം. CGP ആണെങ്കിൽ 6.32 ഉണ്ടായിരിക്കണം. അവർക്ക് 30 വേക്കൻസികളാണുള്ളത്. പ്രതിമാസം 8,000 രൂപ ശമ്പളമായിട്ട് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതായിരിക്കും. അടുത്ത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിന്റെ 25 വേക്കൻസി ഉണ്ട്. അതും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിമാസം 8,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അതിന് വേണ്ട യോഗ്യത 60 പാസ് മാത്രമേ അവർക്ക്. പാസ് ഇൻ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നുള്ള ഡിപ്ലോമ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുള്ളത് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 8,000 രൂപയായിരിക്കും ഒരു മാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. BA കഴിഞ്ഞവർക്ക് 10 വേക്കൻസി, BSc കഴിഞ്ഞവർക്ക് 10 വേക്കൻസി, BCom കഴിഞ്ഞവർക്ക് 10 വേക്കൻസി. അത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ജനറൽ സ്ട്രീമാണ്. ഇവർക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിമാസം 9,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഒരു വർഷം വരെ ആയിരിക്കും അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. അതായത് വേണ്ട യോഗ്യത 60% മാർക്കുള്ള BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ബിരുദമാണ്. CGP ആണെങ്കിൽ 6.32 ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നത്? ഉമംഗ് പോർട്ടൽ വഴി വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഉമംഗ് പോർട്ടൽ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റും അതുപോലെ എന്നാണ് പാസ്സായെന്ന ഡീറ്റെയിൽസും ചെയ്യണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടൻസ് ഒക്കെ ഇമെയിൽ വഴിയായിരിക്കും. നിർബന്ധമായും അപ്ലൈ ചെയ്യുന്നവർക്ക് നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കും. ആദ്യം നമ്മൾ NATS പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം www.mhrd.nats.gov.in എന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിലേക്ക് എൻറോൾമെന്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അതുകൂടെ നമ്മൾ ഉമംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചെയ്യുന്ന സമയത്ത് അതുകൂടെ കാണിച്ചിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ NATSലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ NATS പോർട്ടൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. www.mhrd.nats.gov.in സൈറ്റിലേക്ക് നമ്മൾ എലിജിബിൾ ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമുക്ക് എൻറോൾമെന്റ് നമ്പർ ലഭിക്കും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഉമംഗ് പോർട്ടൽ രജിസ്റ്റർ ഉമംഗ് പോർട്ടൽ വഴിയുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. https://webg.gov.in/landing എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഉമംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ https://web.umang.gov.in/landing/link എന്ന ലിങ്ക് വഴി നമുക്ക് ഉമംഗ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് 2025 ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 11 വരെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. അതിന് നേരത്തെ തന്നെ പറഞ്ഞ പോലെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ SC/ST-കാരായിട്ടുള്ളവർക്ക് OBC-കാർ അപ്ലൈ ചെയ്യണമെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ ഉമംഗ് പോർട്ടൽ അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡിസബിലിറ്റി ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും ഉമംഗ് പോർട്ടൽ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊരു കളർ ഫോട്ടോഗ്രാഫും ഒരു സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. 50 KB സൈസിൽ താഴെയുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഫൈനൽ മാർക്ക് ലിസ്റ്റിന്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒന്നുകിൽ നമ്മൾ CGP ആയിട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഉമംഗ് പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുക. അതാണ് നോട്ട് ചെയ്യണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ്സിംഗ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ് നടത്തിയതിന് ശേഷമായിരിക്കും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യപ്പെടുക. ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായതിനു ശേഷം 3 വർഷം കഴിഞ്ഞവരാണെങ്കിൽ അവർ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക.
അപ്പോൾ നേരത്തെ ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് പഠിച്ച ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്രന്റീസ്ഷിപ്പിന്റെ കാലാവധി എന്നത് 1 വർഷമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടെ ജോയിൻ സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമെയിൽ വഴി ആയിരിക്കും അറിയിക്കുക. അപ്പം ഇമെയിലിലേക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇമെയിലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ള ഈ അവസരം പരമാവധി 2025 ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 11 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും നൽകുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.